തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി എയർ ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ്. അത് അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. കൊച്ചി ലിസി ആശുപത്രിയിലേക്കാണ് എത്തിക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച മലയൻകീഴ് സ്വദേശി അമലിന്റെ ഹൃദയമാണ് കൊച്ചിയിൽ എത്തിക്കുന്നത്. കേരളത്തിൽ വീണ്ടും ഹൃദയദാനം, ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നമ്മൾ വീണ്ടും കാണുകയാണ്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ആ ഒരു നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അമലിന്റെ ഹൃദയം ഇനിയും തുടിക്കും. ഇപ്പോൾ എയർ ആംബുലൻസ് പുറപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരിക്കും നടപടികൾ ഇനി? പൂജ, കിംസ് ആശുപത്രിയിൽ നിന്നാണ് ഹൃദയം ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്നാകും എയർലിഫ്റ്റ് ചെയ്യുക. നിലവിൽ എന്തായാലും കിംസ് ആശുപത്രിയിൽ നിന്ന് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അമൽ ബാബുവിന്റെ ഹൃദയം അത് ഇനി പോകുന്നത് വിമാനത്താവളത്തിലേക്കാണ്. അവിടെ നിന്നാണ് എയർലിഫ്റ്റ് ചെയ്ത് ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അവിടെ മലപ്പുറം സ്വദേശിയായ 33-കാരൻ ഈ ഹൃദയം കാത്തു കിടക്കുകയാണ്. ആ ഹൃദയം 33-കാരനിലേക്കാകും ഇത് ഹൃദയമാറ്റിവയ്ക്കൽ നടക്കുക. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അമൽ ബാബുവിൻ്റെ പിതാവിനെയാണ്. അവർ ഇന്നലെയാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷം ഇത്തരത്തിൽ അവയവദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സമ്മതമൊക്കെ നടത്തിയത്. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു, നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും 6 പേർക്കാണ് ഇത്തരത്തിൽ അമൽ ബാബു 4 പേർക്കാണ് അവയവങ്ങൾ കരളുണ്ട്, പാൻക്രിയാസ് ഉണ്ട്. അത്തരത്തിൽ കിംസ് ആശുപത്രിയിൽ മാത്രം 2 രോഗികൾക്ക് അവയവം ദാനം ചെയ്തിട്ടുണ്ട്. ഹൃദയം പോകുന്നത് ലിസി ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 33-കാരനായ മലപ്പുറം സ്വദേശിക്കാണ്. എന്തായാലും പൂജ സൂചിപ്പിച്ചതുപോലെ അമൽ ബാബുവിന്റെ അവയവങ്ങളിലൂടെ 4 പേർക്ക് അവർക്ക് ജീവിതവും ജീവനും ഉണ്ടാകും. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.